CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ മകളും കേസിലെ പ്രതിയുമായിട്ടുള്ള ടി വീണയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി ഡൽഹിയിലെ ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഈ സൂചന പുറത്തുവിട്ടിരിക്കുന്നത്. കേസ് അന്വേഷിച്ച കൊച്ചി ED ഓഫീസാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിന്റെ അടിത്തറ കൂടുതൽ ബലപ്പെടുത്താൻ CMRL MD ശശിധരൻ കർത്ത നൽകിയ മൊഴി അത് നിർണായകമായി തന്നെ മാറുകയാണ്. 2024 ഏപ്രിൽ 17 നൽകിയ മൊഴിയിൽ വ്യക്തിബന്ധത്തിന്റെ പേരിലായിരുന്നു എക്സാലോജിക്കിനും വീണ വിജയനും പണം നൽകിയതെന്നും IT കൺസൾട്ടൻസി എന്ന സേവനങ്ങളുടെ പേരിൽ ലഭിച്ച 2,78 ലക്ഷം രൂപയ്ക്ക് പകരമായി യാതൊരുവിധ സേവനവും ഇതുവരെയും നൽകിയിട്ടില്ല എന്ന് കർത്ത തന്നെ സമ്മതിച്ചു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നത്. എന്താണ് ശശിധരൻ കർത്തയും അതല്ലെങ്കിൽ CMRLും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്നുള്ളതായിരിക്കും ഇനിയുള്ള ഭാഗം. ED സ്പെഷ്യൽ ഡയറക്ടറായിട്ടുള്ള പ്രശാന്ത് കുമാർ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെത്തി കേസുകൾ വിശദമായി തന്നെ അവലോകനം ചെയ്തു. പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ച അന്ന് തന്നെ നടത്തിയിരുന്നു. ഡയറക്ടർ രാഹുൽ നവീന്റെ അനുമതി വാങ്ങിയ ശേഷം മറ്റ് നടപടി സ്വീകരിക്കാനായിരുന്നു ഉദ്യോഗസ്ഥർക്ക് അന്ന് നൽകിയ നിർദ്ദേശം. ഇപ്പോൾ ആ അനുമതി ലഭിച്ചു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വീണ വിജയനെയല്ല, മറിച്ച് പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ചോദ്യം ചെയ്യും എന്നതിലും ഒന്നും തന്നെ സംശയിക്കേണ്ടതില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കർത്തയുടെ മൊഴി കൂടുതൽ ശക്തമായതോടെ വീണയെ PMLA പ്രകാരം ഔദ്യോഗികമായി പ്രതിയാക്കാനുള്ള സാധ്യത മറുഭാഗത്ത് ED പരിശോധിക്കുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി കൂടി കിട്ടിയാൽ വരും ദിവസങ്ങളിൽ തന്നെ പിണറായി വിജയന് സമൻസ് അയച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്നാൽ ഈ നീക്കത്തെ പിണറായി വിജയൻ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. കർത്തയുടെ മൊഴി മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും ED അന്വേഷണം എങ്ങനെയെങ്കിലും തന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നു പോരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. രേഖയുണ്ടെങ്കിൽ കാണിച്ചു കൊള്ളട്ടെ എന്ന വെല്ലുവിളിയാണ് പിണറായി വിജയൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നേരത്തെ ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനായ പിണറായി വിജയന് ആ കേസിന്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ തുടരവേ തന്നെ ഇപ്പോൾ മറ്റൊരു കേസ് കൂടി രാഷ്ട്രീയപരമായി വൻ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.